ഇതിലേക്ക് അല്പം ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി മാത്രമായാലും നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന എണ്ണയും കൂടെ ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്കും അല്പം എണ്ണ നമ്മൾ എടുത്തിരിക്കുന്ന കടലപ്പൊടിയിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കാം കൈകൊണ്ട്. നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം ഒരു അരിപ്പയിലേക്ക് എന്നിട്ട് കൊടുക്കാം. ഒന്ന് അരിച്ചെടുക്കുന്ന കാരണം കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിയായിട്ട് നമുക്ക് കിട്ടും.